താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. നാഗദോഷം, സർപ്പശക്തി കേട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഒത്തിരി ലോകത്തിൽ നിന്ന്, ലോക മനുഷ്യനിൽ നിന്ന്, അവൻ്റെ അറിവായും അവൻ്റെ എക്സ്പീരിയൻസ് അഥവാ അവൻ്റെ അനുഭവമായും. എന്നാൽ പലപ്പോഴും ഒരു വിഭാഗം വിശ്വാസികൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ, ഇതിനെയൊക്കെ അവഗണിക്കുകയാണ് പതിവ്. ഫലമോ വേഷ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ബൈബിൾ ഇതേക്കുറിച്ച് സർപ്പദോഷം, നാഗശക്തി, അത് മുഖാന്തരമുള്ള ബന്ധനങ്ങൾ, ഉപദ്രവങ്ങൾ, അതേക്കുറിച്ച് തന്നെ എന്തു പറയുന്നു നോക്കാം. ഒന്ന്, സർപ്പശക്തി മനുഷ്യരെ അടിമയാക്കുന്നു, ചില വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ അനുഭവങ്ങൾക്കോ. രണ്ട്, അവൻ്റെ നന്മ കവരുന്നു, അധ്വാന ഫലം കവരുന്നു. മൂന്ന്, ഉദരത്തെ കെട്ടുന്നു, തലമുറകളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ തലമുറകളെ നല്ലവണ്ണം ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. നാല്, കുടുംബജീവിതങ്ങൾ തകർത്ത് കളയുന്നു. അഞ്ച്, പല വിധത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗമില്ലാതെ തന്നെ രോഗിയായിത്തീരുന്ന അവസ്ഥ, ഉപദ്രവങ്ങൾ, ഉറക്കമില്ലായ്മ, അസ്വസ്ഥത, നിരാശ, മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെ തന്നെ. ആറ്, സീസണൽ രോഗങ്ങൾ. ഒരു സീസണിൽ രോഗം കാണും, അടുത്ത സീസൺ ആകുമ്പോൾ അത് തനിയെ അങ്ങ് മാറിപ്പോകും, ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ. ഇനി രോഗമുള്ള സമയത്ത് മെഡിസിൻ എടുത്താലോ ഒരു ഫലവും ഉണ്ടാകാറില്ല. രോഗമുണ്ടാകും ചില പ്രത്യേക സീസണുകളിൽ. ഇങ്ങനെ 6 കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവദാസനെ എന്നല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയവും അറിയുവാനുള്ള വെപ്രാളവും? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായി ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഒപ്പം അധികമായി ഒരു കാര്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാര്യം വഴിയെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയവും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകാം. ഇത് സർപ്പദോഷമാണോ, നാഗശക്തിയാണോ? കാരണം പുറപ്പാട് പുസ്തകം തിരിച്ചും മറിച്ചും നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ സർപ്പദോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കിട്ടിയിട്ടില്ലല്ലോ, അതല്ലേ? അതേക്കുറിച്ചും വഴിയെ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് ഈ വിഷയമാണ്. വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഇவ்விധത്തിൽ ബാധിക്കപ്പെട്ടവരായി ഞാൻ അക്കമിട്ട് പറഞ്ഞ ആ വിഷയങ്ങൾ, അതെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ, ഒട്ടും കുറയാത്ത പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ചിലതിന് ഇന്ന് പരിഹാരമാവും. അപ്പോൾ ഈ മെസ്സേജുമായി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വലിയൊരു കുഴിയുടെ അടുക്കൽ കൊണ്ടുപോയി. ആഴമുള്ളൊരു കുഴി, ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു, വല്ലാത്ത ദുർഗന്ധം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. പെട്ടെന്ന് ആ കുഴിക്കകത്ത് നിന്ന് ഒരു ഞരക്കം ഞാൻ ശ്രദ്ധിച്ചു, മനുഷ്യൻ്റെ തന്നെ. ഞാൻ ആകാംക്ഷയോട് ഓടി കുഴിയുടെ അടുക്കൽ പോയി കുഴിക്കകത്തേക്ക് നോക്കി. ഇരുട്ടാണ്, ദുർഗന്ധം വേറെ. എങ്കിലും ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഒരു വലിയ സർപ്പം ഒരു മനുഷ്യനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. അവനിൽ നിന്നാണ് ആ ഞരക്കവും ശബ്ദവും പുറത്തു വരുന്നത്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ആ സർപ്പം ആ മനുഷ്യനെ കൊല്ലുകയല്ല, മറിച്ച് അവൻ പുറത്തു വരുവാൻ ഇടവരാത്ത വിധത്തിൽ അവനെ ചുറ്റി വരിഞ്ഞ് ആ കുഴിക്കകത്ത്, ആ നാറ്റമുള്ള കുഴിക്കകത്ത് തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചുറ്റുപാട് നോക്കി, എങ്ങനെ ഈ മനുഷ്യനെ രക്ഷിക്കും? ചുറ്റുപാടും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ഒരു വഴി നോക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അന്യഭാഷയിൽ തന്നെ. എത്ര സമയമെന്നറിയത്തില്ല. തീ പോലൊരു അഭിഷേകം എന്നെ വന്നു മൂടി. പെട്ടെന്ന് ഞാനായിരുന്ന സ്ഥാനത്ത് ഒരു വലിയ സർപ്പം. ആ സർപ്പം ആ കുഴിക്കകത്ത് മനുഷ്യനെ ബന്ധിച്ചിരുന്ന ആ സർപ്പത്തെ വിഴുങ്ങി. ആ മനുഷ്യൻ പുറത്ത് കയറി വന്നു. എനിക്ക് വലിയ സന്തോഷമായി. പിന്നെയും ഒരു വെളിച്ചം വന്നു നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ സർപ്പദോഷത്താൽ, നാഗശക്തികളാൽ ബന്ധിക്കപ്പെട്ട് നാഗശക്തികൾ ഉപാസിക്കുന്ന, ഉപാസന മൂർത്തികളായി വച്ചാരാധിക്കുന്ന ദുഷ്കർമ്മികളായവരുടെ കർമ്മങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തകർച്ചയായി നിരാശയ്ക്കും വേദനയ്ക്കും കണ്ണുനീരിനും കാരണമാകും വിധം അനുഭവിച്ച് കേൾക്കുന്നുണ്ട്. അഭിഷേകം ആ സർപ്പത്തെ തിന്നുകയാ. അതേ സഹോദര, സഹോദരി, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ആ സർപ്പത്തെ, നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ തൊഴിലിനെ ബന്ധിച്ചിരിക്കുന്ന ആ സർപ്പത്തെ അഭിഷേകം തിന്നുകയാ. യെസ്, യേശുവിൻ നാമത്തിൽ അഭിഷേകമുള്ളവന്റെ പ്രാർത്ഥന ആ സർപ്പത്തെ തിന്നുക. അതേ സഹോദര, അതേ സഹോദരി, ആ ജോലി സ്ഥലത്ത് എത്ര അധ്വാനിച്ചിട്ടും അതിനൊത്തവണ്ണം പ്രാപിക്കുവാൻ കഴിയാതെ, കരങ്ങളിൽ ലഭിക്കുന്നത് അനുഭവിക്കുവാൻ കഴിയാതെ ചിതറിപ്പോകുന്ന, പാഴായി പോകുന്ന അനുഭവം.
എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. നന്മകൾ എങ്ങോട്ട് പോകുന്നു? നന്മകൾ കവരപ്പെടുന്നു. ശത്രു നന്മകൾ കവർന്നെടുക്കുന്നു. പല നിലകളിൽ നീ അനുഭവിക്കേണ്ട, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം, നിന്റെ ഭാവി സന്തോഷമായി തീരേണ്ട നന്മകൾ കവരപ്പെടുന്നു. അതേ നന്മയെ തിന്നുന്ന ആ സർപ്പത്തിന്റെ തല ഇപ്പോൾ തകർക്കപ്പെടുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. തൊഴിലിടത്ത് നിന്റെ നന്മയെ തിന്നുന്ന, നിന്റെ അധ്വാന ഫലത്തെ തിന്നുന്ന സ്തോത്രം, ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചുറ്റി വരിക. പുറത്തു വരുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ പല കഴിവുകളുമുണ്ട്. നിനക്ക് കഴിയും, നിനക്കതിനുള്ള യോഗ്യതയുണ്ട്, നിനക്കതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിലും അവിടെ ഉറച്ചു നിൽക്കുവാനോ പിടിച്ചു നിൽക്കുവാനോ അർഹതപ്പെട്ട സ്ഥാനത്തിലേക്ക് ഉയരുവാനോ കഴിയാത്ത വിധത്തിൽ ചുറ്റി വരിക. ആ നാറ്റം വെച്ച കുഴിക്കകത്തു നിന്ന് പുറത്തു വരാതെ ആ സർപ്പം ആ മനുഷ്യനെ ബന്ധിച്ചൊതുക്കിയതുപോലെ അതേ ആ അവസ്ഥയിലാണ് അഭിഷേകം ആ സർപ്പത്തെ വിഴുങ്ങുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കെട്ടുപൊട്ടുക. താങ്ക് ഗോഡ്. അതേ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുന്ന ആ സർപ്പശക്തി പരസ്പരം പോരടിപ്പിക്കുന്ന, മിണ്ടിയാലല്ല കണ്ടാൽ തന്നെ യുദ്ധമാ. സ്തോത്രം. അതേ ദൈവദാസനെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വഴക്കിലേ അവസാനിക്കുന്നുള്ളൂ. ഞാൻ വാ തുറന്നാൽ അത് പ്രശ്നത്തിലേ പോയി നിൽക്കുന്നുള്ളൂ. ഒന്നുകിൽ ഞാൻ മുറിക്കകത്ത് പോയി മുറിയടച്ച് കരയേണ്ടി വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അത് കയ്യാങ്കളിയിലേക്ക് മാറുന്നു. പലരും പറഞ്ഞു ചിരിക്കുക. അയ്യോ, ആഗ്രഹിച്ച വീട്ടിനകത്തായിരിക്കുന്നു. ഇന്ന് ഞാൻ വാ തുറക്കത്തില്ല, ഇന്ന് മിണ്ടത്തില്ല, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എന്തോ ഉണ്ടാകട്ടെ, ഇന്ന് ഞാൻ മിണ്ടത്തില്ല. പക്ഷേ പറ്റുന്നില്ല. ഭവനത്തിനകത്ത് പണം വിടർത്തി നിൽക്കുന്ന സർപ്പത്തെ പോലെ സഹോദരി സഹോദര, നീ നിന്റെ ഭർത്താവും വാക്കുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ കുടുംബജീവിതം തകർക്കപ്പെടുവാൻ തക്കവണ്ണം ചെയ്തു വയ്ക്കപ്പെട്ടത് യേശുവിൻ നാമത്തിൽ ദുർമൂർത്തികളാൽ സ്തോത്രം ചുറ്റി വരിയപ്പെട്ടിരിക്കുന്ന നിന്റെ ഭവനം ബന്ധിച്ചൊതുക്കുന്ന അനുഭവം, ആ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ, പുറത്തു വരുവാൻ കഴിയുന്നില്ല. യേശുവിൻ നാമത്തിൽ അഭിഷേകമുള്ളവന്റെ പ്രാർത്ഥന ഇപ്പോൾ ആ സർപ്പത്തെ തിന്നുകയാ. ആമേൻ. പുറത്തു വാ. സ്തോത്രം. താങ്ക് ഗോഡ്. ഇനി സന്തോഷത്തോടെ നീ നിന്റെ ഭർത്താവും സംസാരിക്കുക, ചിരിച്ച് സംസാരിക്കുക. സ്തോത്രം. നിങ്ങളുടെ സംസാരം നീണ്ടു നിൽക്കുവാൻ പോകുക. 1-2 വാക്കുകളിലോ മുക്കലിലോ മൂണലിലോ അല്ല, അത് നീണ്ടു നിൽക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം തകർന്നു പോയ നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ അപ്പൻ പണിയുക. സ്തോത്രം. ആ കെട്ട് പൊട്ടുമ്പോൾ താങ്ക് ഗോഡ്, ആ ചുറ്റി വരിഞ്ഞിരിക്കുന്ന സർപ്പം ചുറ്റഴിഞ്ഞ് താഴെ വീഴുമ്പോൾ, തീയിൽ അത് വെന്ത് താഴെ വീഴുമ്പോൾ, അഭിഷേകത്താൽ വെളിപ്പെട്ട് നിൽക്കുന്ന തീയിൽ അത് വെന്ത് താഴെ വീഴുമ്പോൾ തകർന്നു പോയി നിന്റെ കുടുംബ ജീവിതം പണിതുയർത്തപ്പെടും. അതേ സഹോദരി, നിന്റെ ഭർത്താവ് മടങ്ങി വരും, നീയും അവനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. അതേ സഹോദര, ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്താ കാരണം? ആമേൻ. പരിഹാരമുള്ള പ്രശ്നം തന്നെയാ. പ്രശ്നമുണ്ട്. ഇതിലും വലിയ പ്രശ്നമുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. അവളുടെ മുഖത്ത് നീ കണ്ടില്ലേ, പണം വിടർത്തി ആടുന്ന സർപ്പത്തെ പോലെ വൈരാഗ്യത്തോടെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ വിഷം വമിക്കുന്ന വാക്കുകൾ, മുറിക്കകത്തിരുന്ന് കരയേണ്ടി വരുമാറാക്കിയ വാക്കുകൾ. യേശുവിൻ നാമത്തിൽ ആ സർപ്പം തീയാൽ വെന്തു പോകുക. പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുക. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം ആമേൻ ആവാഹിക്കപ്പെട്ട് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് നിന്ന് ആ സർപ്പശാപം, ആ സർപ്പശക്തി, ആ നാഗശക്തി ഇപ്പോൾ തകർക്കപ്പെടുക. ആമേൻ. അതേ മാതാവേ, മക്കളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി ചുറ്റി വരിഞ്ഞ് അവരെ ആ കുഴിക്കകത്തിട്ടിരിക്കുക. അയ്യോ, അവർ എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയുന്നില്ല. ചുറ്റി വരിഞ്ഞ് ആ ദുർഗന്ധം വമിക്കുന്ന, മറ്റുള്ളവർ അങ്ങോട്ട് നോക്കുവാൻ അറയ്ക്കുന്ന, എന്ത് നല്ല മക്കളായിരുന്നു, അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് അവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ അകന്നു പോകുന്നു. ദുർഗന്ധം വമിക്കുന്ന തലമുറകളുടെ ജീവിതത്തിൽ ദുർഗന്ധം, മദ്യത്തിൻ്റെ ദുർഗന്ധം, പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ദുർഗന്ധം, മറ്റു പലതിൻ്റെയും ദുർഗന്ധം യേശുവിൻ നാമത്തിൽ
ആ ദുർഗന്ധത്തിലേക്ക്, ആ നാറ്റം വെച്ച അവസ്ഥയിലേക്ക് അവരെ ചുറ്റി വരിഞ്ഞൊതുക്കുന്ന ആ സർപ്പശക്തി ഇപ്പോൾ തീങ്കൽ മെഴുക് ഉരുകി മാറുന്നത് പോലെ അത് തകർക്കപ്പെടുക. സ്തോത്രം ഏറ്റെടുക്കുക യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ആ സർപ്പത്തെ അഭിഷേകം ദഹിപ്പിക്കുക യേശുവിൻ നാമത്തിൽ. അഭിഷേകം ആ സർപ്പത്തെ ദഹിപ്പിക്കുക. സ്തോത്രം. അത് കെട്ടഴിഞ്ഞ്, അത് ചുറ്റഴിഞ്ഞ് താഴെ വീഴുക. അതിൻ്റെ തലമുറകൾ പുറത്തു വരിക. അവർ ജയിച്ചു തുടങ്ങുക. ആമേൻ. പഠിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ പരാജയപ്പെട്ടു പോകുന്നു. പരാജയത്തിൽ തന്നെ അവരെ നിർത്തിയിരിക്കുന്നു. നല്ല വിവാഹങ്ങൾ വരുവാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ വിവാഹം നടക്കുന്നില്ല. ഒതുക്കിക്കൂട്ടിയിരിക്കുന്നു. ചുറ്റി വരിഞ്ഞ് ഒതുക്കിക്കൂട്ടിയിരിക്കുന്നു. സ്പ്രെഡ് ചെയ്യുന്ന ആ ബാഡ് സ്മെൽ, ആ നാറ്റം. സ്തോത്രം. ആമേൻ. പുറത്തു വരുവാൻ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്ന് പുറത്തു പോകുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ജോലി കിട്ടുവാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞു, ജോലിക്ക് വിളിക്കുന്നു, പോകാതെ ആ കുഴിക്കകത്തായിരിക്കുന്നത് പോലെ നിന്റെ തലമുറ. അതേക്കുറിച്ചോർത്ത് വല്ലാതെ ഭാരപ്പെടുക. യേശുവിൻ നാമത്തിൽ അഭിഷേകം ആ സർപ്പത്തെ തകർക്കുക. താങ്ക് ഗോഡ്. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ പുറത്തു വരിക. അതേ മാതാവേ, നിന്റെ ആഗ്രഹം പോലെ, നിന്റെ കാത്തിരിപ്പ് പോലെ അവൻ പുറത്തു വന്ന് സ്തോത്രം ആ നിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ പോകുക. ആമേൻ. രോഗിയാക്കി ആ രോഗത്തിൽ തന്നെ പിടിച്ചിടുക. സീസണൽ രോഗങ്ങൾ. ചില സീസൺ ആകുമ്പോൾ എന്താണ് രോഗമെന്നറിയത്തില്ല, അങ്ങ് മാറിപ്പോവുക. അത് രോഗമെന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുക്കൽ നീ പോകുന്നു. നിനക്ക് വേറെ വേലയില്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ നിന്നെ തിരികെ അയക്കുന്നു. കാരണമറിയാതെ നീ രോഗം അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. വരിഞ്ഞ് മുറുക്കപ്പെടുക. എന്നെ കേൾക്കുന്ന ചിലർ ഒരു തോർത്തു മുണ്ടുകൊണ്ട് ചുറ്റി വരിയുന്നത് പോലെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി പിശാച് ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ കിടക്കയിൽ തന്നെ ഞെരിഞ്ഞു പുളയുന്ന അവസ്ഥ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ ബന്ധനം പൊട്ടിമാറുക. അഭിഷേകത്താൽ ആ സർപ്പം തകർക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. രാത്രി ഭയമാ, ഞെട്ടി ഉണരുക. അയ്യോ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. കിടക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ നിന്ന് ആ സർപ്പം ചുറ്റി താഴേക്ക് ഇറങ്ങുന്നത് പോലെ നിന്നോടാ പ്രാർത്ഥിക്ക്. നീ സുഖമായി ഉറങ്ങുവാൻ പോകുക. ആമേൻ. ആ ഉപദ്രവങ്ങൾ മാറുക. ഉറക്കമില്ലായ്മയെന്ന ഉപദ്രവം, വിശപ്പില്ലായ്മയെന്ന ഉപദ്രവം പാമ്പിനെ പോലെ ഒരു മുറിക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കുക. അത് തന്നെ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുണ്ടുകൂടി കിടക്കുന്ന അവസ്ഥ, ചുരുട്ടി കൂട്ടിയിരിക്കുന്ന അവസ്ഥ. ആമേൻ. പ്രാർത്ഥന സർപ്പത്തെ തിന്നുക. സ്തോത്രം. പുറത്തു വാ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ. ചിലർ പുറത്തു വരുന്ന കൃപയ്ക്കായി കടം കയറി ആ നാറ്റം വെച്ച കുഴിക്കകത്തായി പോയതുപോലെ എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയുന്നില്ല. അതിനകത്ത് തന്നെ നിന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കടത്തിന് മേൽ കടം. സ്തോത്രം. കൊടുത്തു തീർക്കുവാൻ കഴിയുന്നില്ല. വീട്ടിനകത്ത് കടം കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ചേർത്ത് വെച്ചതുമെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ. ഇതെന്താ ഇങ്ങനെ? നീ മാത്രമല്ല, നിന്നെ അറിയുന്ന ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ? ഈ കടത്തിനകത്ത് എങ്ങനെ നീ വീണുപോയി? നിന്റെ ബിസിനസ്, നീ നല്ല ആലോചിച്ച് തുടങ്ങിയ ആ ബിസിനസ്, ആ സ്ഥാപനം ഉയരുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചുറ്റി വരിയുന്ന സ്തോത്രം, ആ അനുഭവം. പ്രാർത്ഥന ആ സർപ്പത്തെ തകർക്കുകയാണ്. നിന്റെ നന്മയത്തിൽ നിന്ന് നിന്നെ കടക്കാരനാക്കി മാറ്റുന്ന ആ ബിസിനസ്സിന്റെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ സർപ്പത്തിന്റെ തല യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക. താങ്ക് ഗോഡ്. ആമേൻ. ആ സർപ്പത്തിന്റെ തല തകർക്കപ്പെടുക. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. യേശുവേ സ്തോത്രം. സർപ്പത്തെ വിഴുങ്ങിക്കളയുന്ന അഭിഷേകം. നോക്കിയേ, ഇവിടെ പെൻഡിങ്ങിൽ വച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്താ? ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നതിന് കാരണം
സർപ്പദോഷമാണോ? സർപ്പത്തിൻ്റെ ബന്ധനമാണോ? നാഗശക്തി ആണോ? നോക്കിയേ, എന്തിനാ മോശയുടെ വടി അഹരോൻ നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറിയത്? അതൊരു സിംഹമായി മാറിയാൽ പോരെ? അല്ലേ? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അതിൽ ഉപമിച്ചിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്നല്ലേ? അപ്പോൾ ഒരു സിംഹമായി മാറാത്തത് എന്താ? എന്തിനാ പാമ്പായി മാറിയത്? അർത്ഥം ദൈവത്തിനറിയാം, ഫറവോനും മിസ്രീമ്യ മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും ദൈവത്തിൻ്റെ ജനത്തെ അടിമകളാക്കി തീർക്കുവാൻ തക്കവണ്ണം ശക്തി നൽകിയത് സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ശക്തിയാലാണ് ദൈവജനത്തെ 430 വർഷം അടിമകളാക്കി വയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. അവരുടെ അധ്വാന ഫലത്തെ കവരുവാൻ അവർക്ക് കഴിഞ്ഞത്. അവരുടെ തലമുറകളെ കൊന്നുകളയുവാൻ അവർക്ക് കഴിഞ്ഞത്. അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. അവരുടെ ഇഷ്ടങ്ങളെക്കാളുപരി ഫറവോൻ്റെയും അവൻ്റെ ആൾക്കാരുടെയും ഇഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറുന്ന അവസ്ഥ സംജാതമാക്കി തീർക്കുവാൻ കഴിഞ്ഞത് സർപ്പത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് അഭിഷേകമുള്ള മോശയുടെ വടി അഹരോൻ നിലത്തൊട്ടപ്പോൾ അത് സർപ്പമായി മാറിയത്. നോക്കിയേ, ഉടനെ മിസ്രീമ്യ മന്ത്രവാദികൾ എന്താ ചെയ്യുന്നത്? അവരും അവരുടെ വടികളെ നിലത്തിടുക, അത് സർപ്പമായി മാറുക. ആ ജനത്തെ, ദൈവജനത്തെ അടിമകളാക്കി വച്ചിരുന്ന സർപ്പം. എന്നാൽ എന്താ സംഭവിക്കുന്നത്? അഭിഷേകമുള്ളവൻ്റെ വടിയായിത്തീർന്ന സർപ്പം മിസ്രീമിൽ ദൈവജനത്തെ അടിമകളാക്കി വച്ചിരുന്ന ആ സർപ്പത്തെ വിഴുങ്ങി. ആ സർപ്പത്തെ വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള സർപ്പം അഭിഷേകമുള്ളവൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു വരും. അതേ പ്രിയരെ, നിങ്ങളെ ബാധിച്ച് നിങ്ങളുടെ നന്മ കവരുന്ന, നിങ്ങളുടെ അധ്വാന ഫലത്തെ ചിതറിച്ച് കളയുന്ന, ആകാത്ത വഴികളിൽ കൊണ്ടുപോകുന്ന, നിങ്ങളുടെ കുടുംബജീവിതങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളുടെ തലമുറകളുടെ നല്ല ജീവിതത്തെ നശിപ്പിക്കുന്ന, ഉദരത്തിലെ തലമുറകളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വാദിച്ചവകാശം പറയുന്ന ആ സർപ്പത്തെ, കടത്തിനകത്ത് നിങ്ങളെ ഒതുക്കി കളയുന്ന, കൊള്ളാത്തവരാക്കി നാറ്റം പിടിച്ച ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ സർപ്പശക്തിയെ, ആ നാഗബന്ധനത്തെ, അതെ, ആ സർപ്പത്തെ തിന്നുവാൻ അഭിഷേകമുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. യെസ്, യേശുവിൻ നാമത്തിൽ അതേ ആ സർപ്പം തിന്നപ്പെടുക. അഭിഷേകമുള്ളവന്റെ പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ ആ സർപ്പത്തെ തിന്നുകയാ. ആമേൻ. ഓ സ്തോത്രം. നിന്റെ ശത്രു എത്ര പ്രബലനാണോ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, അതിലും പ്രബലനാണ്, അതിലും വലിയവനാണ്, അതിലും ശക്തനാണ് ദൈവം. നോക്കിയേ, തോട്ടത്തിലും ആ സർപ്പമാണ് ദൈവത്തിൻ്റെ ജനത്തെ ശാപത്തിന് കീഴിലാക്കുന്നത്. തീർന്നില്ല. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ജനത്തെ അഗ്നിസർപ്പം ബാധിക്കുമ്പോൾ, അഗ്നിസർപ്പത്തിൻ്റെ ദംശനത്താൽ ജനം പിടഞ്ഞു വീഴുമ്പോൾ അവരുടെ വിടുതലിനായി മോശ ഉയർത്തിയ കൊടിമരത്തിലും ഉള്ളത് പിച്ചള സർപ്പം തന്നെ. സംഖ്യാപുസ്തകം 29:9 അഗ്നിസർപ്പത്തെ തിന്നുന്ന ദൈവശക്തി. ആ ശക്തിയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 3:14 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ഞാനും അങ്ങനെയാണ്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നെയും ഉയർത്തിയാൽ, അതെ, ആ സർപ്പത്തെ, നിന്റെ ശത്രുവിനെ തിന്നുന്ന അതിലും വലിയ ശക്തനായി ദൈവം മാറും. അതേ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 10:19 ആ സർപ്പത്തിന്റെ തലയെ തകർക്കുവാനുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകുന്നു. സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന അഭിഷേകം. ഇനി പെൻഡിങ്ങിൽ വച്ചിരിക്കുന്ന സർപ്പശക്തി മനുഷ്യരെ ബാധിക്കുന്ന 7ാമത്തെ കാര്യം. ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി വിളിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ വിളിക്കുമ്പോഴുള്ള സാഹചര്യം അറിയാമല്ലോ. അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വളരെ വിവാദത്തിലായിരിക്കുന്ന ഒരു സ്ഥലത്താണ് ആ സഹോദരി താമസിക്കുന്നത്. എന്താ, ശബരിമലയാണോന്നോ? വിവാദം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ചിന്ത, ശബരിമലയൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ അവരിപ്പോൾ വിദേശത്താണ്. ഭാര്യയും ഭർത്താവും വിദേശത്ത് ജോലി ചെയ്യുന്നു. അവർക്ക് മരിച്ച് ജനിച്ച 2 ആൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ജനിച്ചത് മരിച്ചിട്ടാണ്. ശേഷം 3ാമതായി ഒരു പെൺകുഞ്ഞ് ജനിച്ചു. 16 വയസ്സായി. നാട്ടിൽ സഹോദരിയുടെ മാതാവിനും പിതാവിനുമൊപ്പം ആയിരിക്കുന്നു. നല്ല പഠിക്കുന്ന നല്ലൊരു കുഞ്ഞ്, നല്ല ആത്മീയ ജീവിതമുള്ള, പള്ളിയിൽ പോകുന്ന, കൊയറിലുള്ള നല്ലൊരു കുഞ്ഞ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഈ സഹോദരിയുടെ അമ്മയും അപ്പനും പേടിച്ച് പറച്ച് സഹോദരിയെ വിളിക്കുക വിദേശത്തും. ഈ കുഞ്ഞ്, 16 വയസ്സുള്ള കുഞ്ഞ്, അപ്പുറത്തുള്ള ഒരു വായി നോക്കി ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുന്നു. അവർ പിടിച്ചു വച്ചിരിക്കുക. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ആ സഹോദരി നാട്ടിലെത്തി. കുഞ്ഞിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവരുടെ ബന്ധുക്കളെല്ലാം വന്നു. എല്ലാം നല്ല ഹൈ ടീമാണ്.
അവരെല്ലാം കുഞ്ഞിനോട് സംസാരിച്ചു. ഇടവകയിൽ നിന്ന് അച്ഛൻ വന്നു, പള്ളിയിലുള്ള മറ്റുള്ളവർ, കൊയറിലുള്ളവർ, ഈ കുഞ്ഞിനെ അറിയാവുന്നവർ എല്ലാവരും വന്നു. എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. അവൾ വേണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതെന്തിനുള്ള പരിപാടിയാണ്, എന്തിനാണ് അവൻ നിന്നെ സ്നേഹിച്ചത്, സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൾക്കതെല്ലാം അറിയാം, അവൾ കാണുന്നതാണല്ലോ. പക്ഷേ രാത്രിയാകുമ്പോൾ അവളുടെ ആ വിധം അങ്ങ് മാറും. അവൾക്ക് പോകണം, ഒരു നിവൃത്തിയില്ല. കൗൺസിലിംഗ് ഒത്തിരി കഴിഞ്ഞു, ഒത്തിരി അച്ഛന്മാർ കൗൺസിൽ ചെയ്തു, സൈക്കോളജിസ്റ്റുകൾ കൗൺസിൽ ചെയ്തു, ഒരു മാറ്റവുമില്ല, ഒരു വ്യത്യാസവുമില്ല. അപ്പനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും അവർ ഉറങ്ങാതെ ഈ കുഞ്ഞിനൊപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവൾ പോകും. ടേൺ വെച്ച് അവൾക്ക് കാവൽ നിൽക്കുന്ന അവസ്ഥ. അപ്പോഴാണ് അവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു സഹോദരി, ഈ സഹോദരിക്ക് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നതും വളരെ കണ്ണുനീരോടെ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുന്നതും. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു വചനം തന്നു. ആ വചനം ഇതാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഈ വചനം ആ കർത്താവ് എനിക്ക് തന്നെ. ഞാനപ്പോൾ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, ആദ്യം ആ കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ തന്നെ മരിച്ച സമയമുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും അസാധാരണമായിട്ട് സിസ്റ്റർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കുറേ നേരമൊക്കെ ആലോചിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു, ഇല്ല ദേവദാസനെ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, അവർ ആദ്യം ചിന്തിച്ചത് എന്തെങ്കിലും അടിയോ വഴക്കോ മറ്റെന്തെങ്കിലും നിലയിലുള്ള അങ്ങനെയുള്ള കുടുംബമല്ല ഞങ്ങളുടേത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് നേരം ആലോചിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു, അന്ന് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. എൻ്റെ മരണപ്പെട്ടു പോയ 2 ആൺകുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ഒരു വലിയ സർപ്പം എന്നെ ചുറ്റി വരിയുന്നതും എൻ്റെ കുഞ്ഞുങ്ങളെ ഞെരുക്കി കൊല്ലുന്നതും. അതുപോലെ തന്നെ സംഭവിച്ചു. 2 ഗർഭാവസ്ഥയിലും അത് ഞാൻ കണ്ടതാണ്. എന്നാൽ അതിനുശേഷം കണ്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് അത് ഞാൻ തുടർച്ചയായി കാണുന്നു. ആ സർപ്പത്തെ ഞാൻ പറഞ്ഞു, മതി സഹോദരി, കാര്യം പിടികിട്ടി. ഇന്ന് ആ കുഞ്ഞ് സന്തോഷത്തോടെ വിദേശത്തുണ്ട്. ആ ചെക്കൻ വായി നോക്കി നടക്കുന്നുണ്ട്. അവൻ്റെ ഒരു പദ്ധതിയും നടക്കത്തില്ല, ഒരു വെല്ലുവിളിയും നടക്കത്തില്ല. കാരണം അഭിഷേകം സർപ്പത്തെ തിന്നും. അതേ സഹോദരി, ഈ സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള കാരണം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർ അവ്യതത്തിൽ ആയിരിക്കുന്നു. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം തകർക്കപ്പെടുന്നു. ഇനി പഠിച്ചാൽ തന്നെ ജോലി കിട്ടാതെ വീട്ടിനകത്ത് അവർ ഒതുങ്ങിപ്പോകുന്നു. മോശ സ്വഭാവത്തിൽ പിടിക്കപ്പെടുന്നു. മോശമായി അവർ ജീവിക്കുന്നു. പെൺകുട്ടികൾ വളരുന്നു നല്ല നിലയിൽ തന്നെ, പക്ഷേ എങ്ങോട്ട് പോകുന്നു? സ്തോത്രം. ആ ശക്തി ഫറവോൻ കൽപ്പന കൊടുക്കുക, ആൺകുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞേക്ക്, ആൺകുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളഞ്ഞേക്ക്, അവനെ ഒന്നും വേണ്ട. അവനൊക്കെ വളർന്നാൽ, സ്തോത്രം, ആൺകുഞ്ഞുങ്ങൾ വളർന്നാൽ നിന്റെ പേരുയരും, നിന്റെ വാഗ്ദത്തം നിറവേറും, അടിമത്വത്തിൽ നിന്ന് നീ പുറത്തു വരും. ഇന്നലകളിൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരും. അത് തിരിച്ചറിയുന്ന ശത്രു അവരെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്നു. സർപ്പശക്തി അവരെ തകർത്ത് കളയുന്നു, ഉദരത്തിലേ തകർത്ത് കളയുവാൻ. ചില മാതാപിതാക്കൾ കണ്ണുനീരോടെ പറയുന്നുണ്ട്, അതേ ദൈവദാസനെ, എൻ്റെ ഉദരത്തിലെ എൻ്റെ തലമുറയെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഇട്ടതാ. പക്ഷേ അവിടെ ശത്രുവിന് ജയിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അവൻ ജയിച്ചിരിക്കുന്നു. തലമുറകളെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു, അവരുടെ ഭാവി, അവരുടെ ജീവിതം. അതേ, എന്നാൽ പെൺകുഞ്ഞുങ്ങളെ വച്ചേക്ക്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിന്റെ പെൺകുഞ്ഞുങ്ങളെ ശത്രുവിന് ആവശ്യമുണ്ട്. ആ ബന്ധനം, അവ്യതത്തിൽ ബന്ധിക്കപ്പെട്ട മാതാവേ, പിതാവേ, സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ആൺ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവകാശം പറഞ്ഞു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരുക്കി നിർത്തിയിരിക്കുന്ന നിന്റെ പെൺ തലമുറകൾ അവർ വിടുവിക്കപ്പെടുക. നിന്റെ കുടുംബത്തിന്റെ പേരുയർത്തുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല ബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് ഗോഡ്. അഭിഷേകം ആ സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ചിലത് ഇന്ന് തകർന്നു മാറിയിട്ടുണ്ട്. ആമേൻ. ആ സാക്ഷ്യം ഞങ്ങൾ കേൾക്കുവാൻ പോകുക. അപ്പോൾ ആ സാക്ഷ്യം ധൈര്യമായി വിളിച്ചു പറയുക. കർത്താവ് പ്രവർത്തിക്കും. ആ സർപ്പശക്തിയെ, ആ നാഗശക്തിയെ, ആ പാരമ്പര്യ ബന്ധനത്തെ തകർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതേ, അഭിഷേകമുള്ളവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അത് തകർക്കപ്പെടും.
അപ്പോൾ ഇവിടെ അടുത്തൊരു ചോദ്യം അവശേഷിക്കും. അതേക്കുറിച്ച് നാളെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എങ്ങനെ ആ നാഗശക്തിയെ, ആ സർപ്പബന്ധനത്തെ തകർക്കുന്ന അഭിഷേകം പ്രാപിച്ചെടുക്കാം. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം, അടിയനൊപ്പമായിരിക്കുന്ന ബാധിക്കപ്പെട്ടവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ആ നാഗശക്തിയാൽ ബാധിക്കപ്പെട്ട് തൊലിപ്പുറത്ത് സർപ്പത്തിൻ്റെ തൊലി പോലെ ആ രോഗം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് ഗോഡ്. ഉറങ്ങുവാൻ കഴിയാതെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. സീസണൽ രോഗങ്ങൾ വിട്ടുമാറട്ടെ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ. സകല ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ. തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. നന്മകളെ ചിതറിച്ചു കളയുന്ന വെല്ലുവിളികൾ അഴിയട്ടെ. ജോലി സ്ഥലത്ത് ഉയർച്ച ഉണ്ടാകട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. തലമുറകളെ നശിപ്പിച്ച് കളയുവാനുള്ള, തലമുറകളെ അവകാശമാക്കുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. മത്സര പരീക്ഷകളുടെ റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യത്തിൻ്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ആ സർപ്പശക്തികൾ തകർക്കപ്പെടട്ടെ. കലഹവും ഉണ്ടാക്കുന്ന ആ ശക്തി തകർക്കപ്പെടട്ടെ. വിഷം ചീന്തുന്ന ചിലർ കുടുംബത്തിനകത്തുനിന്ന് പുറത്തു പോകട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഉദരത്തെ കെട്ട് പൊട്ടിമാറട്ടെ. താങ്ക് ഗോഡ്. ഭവനങ്ങൾ പണിയട്ടെ. സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ. എല്ലാ ബാധ്യതകളും തീരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കടത്തിൽ നിന്ന് കടത്തിലേക്ക് വലിച്ചിടുന്ന വെല്ലുവിളികൾ വിട്ടുമാറട്ടെ. ആ നാറ്റം മാറട്ടെ. കടമെന്ന പരാജയമെന്ന നാറ്റം മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. നന്മയുണ്ടാകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് വിടുതൽ പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.